ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വിശുദ്ധിയോട് വേർപാടോടുകൂടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമുക്കെല്ലാ പേർക്കും സുപരിചിതമായ ഒരു വിഷയമാണ്. നമ്മുടെ ഓട്ടത്തെ, ആത്മീയമാകുന്ന ഓട്ടത്തെ തടയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എബ്രായർ ലേഖനം എഴുതിയപ്പോൾ ലേഖകൻ പറഞ്ഞു, ഈ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഈ ഓട്ടക്കളത്തിൽ നമ്മെ തളർത്തിക്കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഭാരവും, രണ്ട് മുറുകെ പറ്റുന്ന പാപവും. ശ്രദ്ധിക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ വണ്ണം, അല്ലെങ്കിൽ നിത്യതയിലേക്ക് നടത്താതെ വണ്ണം, ആത്മീയമായി എത്തേണ്ടടുത്ത് എത്താൻ കഴിയാതെ വണ്ണം, ക്രിസ്തുവിന്റെ സ്നേഹത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം, ഇല്ലെങ്കിൽ നിത്യതയോളം ഓടി എത്താൻ തടസ്സമായി നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം: ഒന്ന് ഭാരവും, രണ്ട് മുറുകെ പറ്റുന്ന പാപവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ തുടക്കം സൂപ്പറായിരുന്നു, നന്നായി ഓടി. പക്ഷേ ജീവിതത്തിന്റെ മുൻപിൽ വന്ന ഏതോ ഭാരം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തടഞ്ഞു വച്ചിരിക്കുക. ഇവിടെ ലേഖകൻ എഴുതി, ഒന്ന് ഭാരം. ഇവിടെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്തുള്ള ചില വാക്യങ്ങൾ നിങ്ങളോട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങുവാൻ ഒരു നാളും സമ്മതിക്കയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ജീവിതത്തിന്റെ ഭാരം ആത്മീയ ജീവിതത്തിലെ ഓട്ടത്തെ തടയുന്നതാണ്. എത്രയോ പേരുടെ ഓട്ടം, ആത്മീയ ജീവിതത്തിലെ സ്റ്റാർട്ടിങ് ഭയങ്കര സക്സസ് ആയിരുന്നു. എന്തോ ഒരു ഓട്ടമായിരുന്നു. കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തവരായിരുന്നു. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആർത്തിയുള്ളവരായിരുന്നു. ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതെ ഓടി എത്തിയ നാളുകൾ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവദാസന്മാരുടെ കൂടെ ചേർന്ന് നിൽപ്പാൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും, ദൈവവചനം അനുസരിക്കുന്നതിലും ദൈവിക കൽപ്പനകൾ നിൽക്കുന്നതിലൊക്കെയും വളരെ വേഗതയായിരുന്നു. പക്ഷേ ഇന്ന് പലരുടെ ആത്മീയ ജീവിതം തളർന്നുപോയി, ക്ഷീണിച്ചുപോയി. കാരണം എന്താണ്? ഭാരം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിസ്മരിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഭാരം. എന്താണ് ഭാരം? ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്. ഇസ്രായേൽ മക്കളെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വളരെ തുടക്കം നല്ലതായിരുന്നു. 430 വർഷക്കാലം മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്ന് അയ്യം വിളിച്ച് ദൈവത്തോട് നിലവിളിച്ച ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ചെങ്കടൽ കടന്ന് വന്ന ജനം. നോക്കുക, മോശ പാടുന്നു, അഹരോൻ പാടുന്നു, ഇസ്രായേൽ മക്കൾ പാടുന്നു, അതോടൊപ്പം തന്നെ മിരിയാം തപ്പെടുത്താർക്കുന്നു.
എന്തൊരു നല്ലൊരു തുടക്കം. പക്ഷേ അവർ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ മരുഭൂമി യാത്രയിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് പോകേണ്ട വഴി യാത്രയിലേക്ക് ഇസ്രായേൽ മക്കൾ കാല് ചവിട്ടി മുമ്പിലോട്ട് പോയപ്പോൾ പലവിധമാകുന്ന ഭാരങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പിശാച് കൊണ്ടിട്ടു. ഒന്ന്, അവരുടെ ആഹാരത്തിന് വേണ്ടിയുള്ള അവരുടെ ഭാരമായിരുന്നു. രണ്ട്, അവർ കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയുള്ള അവരുടെ ഭാരമായിരുന്നു. മൂന്ന്, അവർ ഇറച്ചിക്ക് വേണ്ടിയുള്ള അവരുടെ ഭാരമായിരുന്നു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ജഡീക കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു? ഒത്തിരി ഭാരം അനുഭവിക്കാൻ തുടങ്ങി. ഈ ഭാരം അനുഭവിച്ച ജനം, വേദപുസ്തകം പറയുന്നു, ഒരാള് പോലും കനാനിൽ എത്തിച്ചേർന്നിട്ടില്ല. വിഷയം വേറൊന്നുമല്ല. വിഷയമൊക്കെ ശത്രുക്കൾ മരുഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടല്ല. പിന്നെ എന്താണ് ഭാരം? പുറമേയുള്ള ചില സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പുറമേയുള്ള ചില വിഷയങ്ങൾ അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഭാരം അവരുടെ ജീവിതത്തിൽ വന്നു. ഈ ഭാരം കടന്നു വന്നപ്പോൾ അവർ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്നും അവർ അകലുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ്, സ്പിരിച്വൽ ലൈഫിനെ, ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ ആത്മീയ യാത്രയെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭാരം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ജീവിതത്തിൽ ആത്മീയമായി ഇറങ്ങിയത്, സ്നാനപ്പെട്ട് ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിൽ ഇറങ്ങിയവരാണ്. പക്ഷെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേടുകളിൽ തലമുറകളുടെ ഭാവിയെ ഓർത്ത്, കുടുംബത്തിന്റെ വിഷയങ്ങൾ ഓർത്ത്, ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നപ്പോൾ ജീവിതത്തിനകത്ത് ആത്മീയ മണ്ഡലങ്ങളിൽ നിന്നും നിങ്ങൾ അകന്ന് 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 ഇന്ന് യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും വളരെ വിദൂരതയിൽ നിൽക്കുകയാണ്. കാരണം എന്താണ്? ഭാരം. കുടുംബത്തിനകത്തുള്ള വിഷയത്തിൽ ഉണ്ടായ ഭാരം, സ്വന്തം ശരീരത്തിൽ ജീവിതത്തിൽ അടിക്കടിയായി കൊണ്ടുവരുന്ന രോഗം നിമിത്തമുള്ള ഭാരം, അത് നിങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ യാത്രയെ അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ലേഖകൻ പറഞ്ഞതുപോലെ ഈ യാത്രയിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വേദപുസ്തകം പറയുന്നു, നിന്റെ ഭാരം യഹോവയിന്മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ആന്റി, അങ്കിളെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, കുഞ്ഞെ, ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ ആത്മീയ സ്പിരിച്വൽ എത്ര വലുതായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ യാത്രയിൽ വന്ന ഭാരങ്ങൾ, കുടുംബ ജീവിതത്തിൽ വന്ന ചില വിഷയങ്ങൾ, സഭാതലത്തിൽ വന്ന ചില വിഷയങ്ങൾ, ആത്മീയരുടെ ഇടയിൽ വന്ന ചില വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തി ഇന്ന് ആത്മീയത്തിൽ നിന്ന് നിങ്ങളെ പുറകിലോട്ട് വലിച്ചിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേട്ടുകൊള്ളുക. ഇസ്രായേൽ മക്കളെ പോലെ ലക്ഷ്യം തെറ്റിയെ പോകാൻ നിങ്ങൾ ഇടവരുത്തരുത്. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ദൈവത്തിന്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തുവാനിടയാകും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കളുടെ 430 വർഷത്തെ നിലവിളിയുടെ നടുവിൽ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കളെ അപ്പുറത്തെ കടത്തിയത് മോശയായിരുന്നില്ല. 25 ലക്ഷം പേർ ജനമായിരുന്നില്ല. അവിടുത്തെ പുരോഹിതന്മാരായിരുന്നില്ല, അഹരോനായിരുന്നില്ല. പിന്നെ ആരാണ്? സർവശക്തനായ ദൈവമാണ്. 25 ലക്ഷം പേർ ജനത്തിന് മരുഭൂമിയിൽ ആഹാരം കൊടുത്തത് അവിടുത്തെ ഫുഡ് കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട വ്യക്തികളൊന്നുമല്ല. രാത്രിയെ പകലാക്കി തീർക്കുവാൻ സ്വർഗത്തിൽ ദൈവ സാന്നിധ്യം ഇറക്കിയത് മറ്റാരുമായിരുന്നില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ മക്കൾ ചെറിയ വിഷയത്തിന്റെ നടുവിൽ അവരുടെ മനസ്സ് ഭാരപ്പെടുവാനിടയായി. പിശാചിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് ചില ഭാരങ്ങൾ, മാനസികമായി തകർക്കുന്ന ചില ഭാരങ്ങൾ കൊണ്ടിടും. ആ ഭാരം നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ ദൈവവചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലപ്പോഴും ഭാരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെ പുറപുറത്ത് ദൈവത്തിനും
ദൈവദാസന്മാർക്കുമെതിരെ നിന്ന ഇസ്രായേൽ മക്കളെ പോലെ ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവദാസന്മാർക്കും എതിരെ നാം സംസാരിച്ചുകൊണ്ട് നാം പിന്മാറ്റക്കാരായി മാറുകയാണ്. ഹല്ലേലൂയ. നോക്കുക, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നിങ്ങൾ വായിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ആത്മീയ യാത്രയിൽ തളർന്നിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, അവർ നിങ്ങൾക്കായി കരുതുന്നു. അവർ നിങ്ങൾക്കായി കരുതുന്നു. പിശാച് നിങ്ങളുടെ മുമ്പിൽ ഭാരം കൊണ്ടിടുമ്പോൾ, പിശാച് നിങ്ങളുടെ മുമ്പിൽ വേദന കൊണ്ടിടുമ്പോൾ, പിശാച് നിങ്ങളുടെ മുമ്പിൽ കഷ്ടത കൊണ്ടിടുമ്പോൾ, പിശാച് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസിന്റെ ലേഖനത്തിൽ കൂടെ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് നിത്യതയിൽ പോകാൻ വേണ്ടിയാണ്. ഈ യാത്രയിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് അവൻ വഴിയൊരുക്കും. എന്നാൽ പിശാചിന്റെ തന്ത്രം അങ്ങനെയല്ല. ലക്ഷ്യത്തെത്തുന്നതിന് മുമ്പ്, നിത്യത എത്തുന്നതിന് മുമ്പ് ദൈവവും നമ്മളുമായുള്ള ബന്ധം മുറിക്കാൻ അവൻ കൊണ്ടിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഭാരം. ഹല്ലേലൂയ. ഭാരം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്താകുലരായി തീരുന്നു. ഇവിടെ പീറ്റർ പറഞ്ഞൊരു വാക്കവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ ദൈവത്തിന്റെ മേലിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. വീണ്ടും ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പോൾ എന്താണ് പറയുന്നത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കപ്പെടുമാറാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, ദൈവഭക്തന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരി, ആത്മീയ ജീവിതം വിട്ടോടരുത്. അല്പ വീട്ടിൽ ഭാരം വന്നതുകൊണ്ട്, കുടുംബജീവിതത്തിൽ വേദന വന്നതുകൊണ്ട് ഇനി എന്റെ ജീവിതം തീർന്നെന്ന് പറഞ്ഞ് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയെ പോലെ നിങ്ങളുടെ ലൈഫ് പോകരുത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിത്യത നഷ്ടപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. നമ്മൾ ഈ യാത്രയിൽ ദൈവം, ആത്മീയ യാത്രയിൽ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അമേരിക്ക പോകാനല്ല, UK വരെ പോകാനല്ല, റഷ്യ വരെ പോകാനല്ല, പിന്നെയോ നിത്യത വരെ എത്തുവാൻ വേണ്ടിയാണ്. നിത്യതയിലേക്ക് എത്തുന്നതിന് മുമ്പ് പിശാച് തടയിടുവാൻ അവൻ വരുന്ന ഒരു വഴിയാണ് ഭാരങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ ഭാരങ്ങൾ എല്ലാവർക്കും വരും. ഹിന്ദുവിനും വരും, മുസ്ലിമിനും വരും, സിഖുകാരനും വരും, പാർസിക്കും വരും, വലിയവനും വരും, ചെറിയവനും വരും, എല്ലാവർക്കും വരും. പക്ഷേ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ഈ ഭാരം കൊണ്ട് ഇടുന്നത് എന്തിനെന്നറിയണ്ടേ? സർവശക്തനായ ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുവാനുള്ള. ആകയാൽ ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഭാരങ്ങളെ ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുക. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുക. അങ്ങളെ ജീവിതത്തിലെ ഭാരം കൊണ്ട് നടക്കരുത്. നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങളുടെ കാലുകൾ ഇടറിപ്പോകും, നിങ്ങൾ തളർന്നു പോകും, ജീവിതത്തിൽ പരാജയപ്പെടും, ആദ്യത്തെ പ്രാർത്ഥനകൾ നഷ്ടപ്പെടും, ദൈവമായിട്ടുള്ള കൂട്ടായ്മകൾ വിട്ടുപോകും, ദൈവിക ഉപദേശത്തിൽ നിങ്ങൾ വിട്ടുപോകേണ്ടി വരും. നിങ്ങൾ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്ന് 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 നിത്യമായ നരകത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പോകേണ്ടി വരും. ആകയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ ഇടുക. അവൻ നിങ്ങളെ പുലർത്തുവാൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങളെ ഈ ആത്മീയ യാത്രയിൽ നിങ്ങളെ കൊണ്ടുവന്നത് വഴിയിൽ തള്ളിയിടുന്ന ദൈവമല്ല. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ച് എല്ലാറ്റിനും പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഈ യാത്രയിലെ തടസ്സങ്ങളുടെ മുമ്പിൽ, ഭാരങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, ജീവിതത്തിൽ സ്നേഹിച്ചവർ തള്ളിക്കളയുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാരം ദൈവത്തിന്റെ മേൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്.
അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ യാത്രയിൽ തളർന്നിരിക്കുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, മക്കളെ കുറിച്ച് വിചാരപ്പെടരുത്. മക്കളെ ഓർത്തിട്ട് ആത്മീയത കളയരുത്, പ്രാർത്ഥന കളയരുത്. കുടുംബനാഥനെ നോക്കിയിട്ട്, കുടുംബനായികയെ നോക്കിയിട്ട്, ജീവിതത്തിൽ വന്ന സാമ്പത്തികമായ തകർച്ചകളെ നോക്കിയിട്ട്, പരാജയങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിന്നും നിങ്ങളുടെ കാലുകൾ വഴുതി പോകരുത്. ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് ഈ വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, ഇറങ്ങിയ സമയത്ത് ആത്മീയമായി വളരെ ശക്തമായി നിന്നു, പക്ഷെ ഇന്ന് ആത്മീയമായി കാലുകൾ ഇടറിപ്പോകുന്നു. ആരാധനകൾക്ക് കയറിയിട്ട് നേരെ പ്രാർത്ഥിച്ചിട്ട് എത്ര മാസങ്ങളായി, എത്രയോ നാളുകളായി വചനം വായിച്ചിട്ട്, എത്രയോ നാളുകളായി നല്ലൊരു കൂട്ടായ്മയിൽ ചെന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിത്യതയിലേക്ക് എത്തുവാൻ തടസ്സമായി നിങ്ങളുടെ ആത്മീയ യാത്രയെ തടഞ്ഞു വെക്കുന്ന ഈ ഭാരത്തെ ദൈവത്തിന്റെ മേലിടുക. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം കൊണ്ട് ഇതിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയില്ല. ഏതൊരു ദൈവദാസൻ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആശ്വാസം മാത്രമേ കിട്ടൂ. അത് മാറണമെങ്കിൽ ദൈവത്തിന്റെ മേലിടുക. യേശു എത്ര അർത്ഥവത്തായി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല, ഒരു മത സ്ഥാപകന്മാർ പറഞ്ഞിട്ടില്ല, ഒരു മത നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. ആരും പറയാത്ത ഒറ്റ വാക്ക് പറഞ്ഞ യേശു ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അധ്വാനിക്കുന്ന ജീവിതത്തിനകത്ത് ഭാരം സ്വയം ചുമന്നുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ ആരും എനിക്കില്ല എന്ന് തോന്നുമ്പോഴും കർത്താവ് ഇന്ന് നിങ്ങളോട് ആരോടൊക്കെയോ പറയുന്നു, നിന്റെ ഭാരം ദൈവത്തിന്മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് ആന്റി. വിചാരം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ മാനസികമായി തളർന്നു പോകും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും, നിരാശ കയറി വരും. ആത്മഹത്യ മാത്രമെന്ന് ചിന്തിക്കുന്നവരിനകത്തുണ്ട്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് ഈ സന്ദേശത്തിൽ കൂടെ ഇടപെടുവാനുള്ളത്. നിങ്ങൾക്കൊരു അവസാനമുണ്ട്, നിങ്ങൾക്കൊരു നല്ലൊരു അവസാനമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ തകർക്കുവാൻ പിശാച് കൊണ്ടിടുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഭാരം. ഈ ഭാരത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആഹ്വാനം ചെയ്യുന്നു. 2 എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുറുകെ പറ്റുന്ന പാപം. ഹല്ലേലൂയ. പാപമുണ്ട്, മുറുകെ പറ്റുന്ന പാപമുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 16-17 പറയുന്നു, മരണകരമായ പാപമുണ്ട്, അല്ലാത്ത പാപമുണ്ട്. എന്ന് വെച്ചാൽ രണ്ടും പാപം തന്നെയാണ്. ചില പാപങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറുകയില്ല, ചില പാപങ്ങൾ ഹല്ലേലൂയ എത്ര മധ്യസ്ഥ ചെയ്താലും ദൈവം കേട്ടെന്ന് വരില്ല, അത് മരണകരമായ പാപമാണ്. എന്നാൽ ചില പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ അത് പൂർണ്ണമായി മാറുവാനിടയാകും. നോക്കുക, മുറുകെ പറ്റുന്ന പാപം. നമ്മൾ പലതിനെ വിട്ടിട്ട് നമ്മളെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളുണ്ട്. ചില പാപങ്ങൾ പുറത്തൊന്നും കാണുകയില്ല. പള്ളിയിൽ പോയി അന്യഭാഷ പറഞ്ഞു, പ്രസംഗിച്ചു, ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. പക്ഷേ അതിന്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ എവിടെന്നോ ഒരു കാറ്റിടിക്കുന്നത് പോലെ ജീവിതത്തിൽ വന്ന് ആ പാപം നിങ്ങളെ വശീകരിച്ച് നിങ്ങളെ പാപത്തിൽ തള്ളിയിടുന്ന പാപത്തെക്കുറിച്ച് ഈ ലേഖകൻ പറയുന്നു, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ. ഞാൻ എത്ര നോക്കിയാലും ആ പാപം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, 2 വസ്തുക്കൾ തമ്മിൽ ഒട്ടിക്കുന്നത് ഒന്നുകിൽ പശ വെച്ചാണ്. ഈ 2 വസ്തുക്കൾ ഒന്നിച്ചിരിക്കുമ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ല ഈ പശ. പക്ഷേ പശയാണ് അല്ലെങ്കിൽ മറ്റുള്ള ക്രമീകരണത്തിൽ കൂടിയാണ് ഇത് ഒന്നിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും വിട്ടുമാറാത്ത പാപങ്ങൾ ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് ചെയ്യുമെന്നറിയണ്ടേ? നമ്മുടെ നിത്യതയുടെ വഴികളെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ, യാത്രയെ തടയുന്ന മറ്റൊരു സംഭവമാണ് മുറുകെ പറ്റുന്ന പാപം. പുറമെ കണ്ടാൽ നമുക്ക് അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്, രോഗശാന്തിയുണ്ട്, എല്ലാ കൃപാവരങ്ങളുമുണ്ട്. പക്ക ഒരു ആത്മീയന്റെ സ്റ്റൈലാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ പാപം അവൻ തല ഉയർത്തുവാനിടയാകും. നമ്മെ കൊണ്ട് ആ പാപം ചെയ്യിച്ച് സെക്കൻഡ് കൊണ്ട് അവൻ നമ്മെ വിട്ടുമാറും. നോക്കണം,
ഇന്നലകൾ വരെ നമ്മൾ പ്രാപിച്ചെടുത്ത അഭിഷേകം, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ചില സെക്കൻഡ് കൊണ്ട് നമ്മളെ തകർത്തുടയ്ക്കുന്നു. ഇതാണ് മുറുകെ പറ്റുന്ന പാപമെന്ന് പറയുന്നത്. നോക്കുക, ഡേവിഡിന്റെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും കിന്നരവായനക്കാരനായിരുന്നു. കരടിയെയും സിംഹത്തെയും വായ് പിളർന്ന് അവന്റെ ആടുകളെ വലിച്ചെടുത്ത വലിയൊരു അഭിഷേകത്തിന്റെ അധികാരിയായിരുന്നു. ശമൂവേലിന്റെ കയ്യിലിരുന്ന തൈലപാത്രം അവന്റെ തലമേൽ ഒഴിച്ചു കൊടുത്ത് ഇസ്രായേലിന്റെ പ്രഭുവായി അവനെ ദൈവം അധികാരപ്പെടുത്തി, അഭിഷേകപ്പെടുത്തി. ശക്തനായിരിക്കുന്ന ഗോലിയാത്തിനെ ഒറ്റ ഏറിൽ തള്ളിയിട്ടു എന്ന് വെച്ചാൽ മനോഹരനായിരിക്കുന്ന മധുര ഗായകൻ, കിന്നര വായനൻ, വായിക്കുന്നവൻ, കോമള രൂപൻ എന്നിങ്ങനെ വേണ്ട പല വിധത്തിലും ദാവീദ് അറിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ അഭിഷേകം തലയിൽ ഇരിക്കുമ്പോഴും അവന്റെ ജീവിതത്തിൽ എവിടെയോ കിടന്ന വ്യഭിചാരത്തിന്റെ ശക്തി ഒരു ദിവസം അവൻ ഒരു സാഹചര്യങ്ങളുടെ മുമ്പിൽ പുറത്തു വരുവാനിടയായി. ബർശേബ എന്ന് പറയുന്ന സ്ത്രീയുമായുള്ള ബന്ധത്തിൽ ഊരി അവനെ കൊല്ലുകയും അവളെ കൈക്കലാക്കുകയും ചെയ്തു. നോക്കണം പ്രിയമുള്ളവരെ, ഒളിഞ്ഞു കിടന്ന പാപം. ഇതുപോലെയാണ് ശലോമോൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഒറ്റ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം പുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് ആലയത്തെ മുഴുവൻ നിറച്ച ഭക്തനായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ! നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ചെറുപ്രായത്തു തന്നെ ദൈവം അവനോട് സംസാരിച്ചു. ദൈവത്തിൽ നിന്നും ജ്ഞാനം പ്രാപിച്ചവൻ ദേവാലയത്തിന്റെ പണി അവനിൽ കൂടെ ചെയ്തു. പക്ഷെ സംഭവം എന്ത് ചെയ്തു? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വീരന്മാരുടെ പട്ടികയിൽ അവൻ ഇല്ലാതെയായി പോയി. കാരണം എന്തെന്നറിയണ്ടേ? അവന്റെ ഉള്ളിൽ കിടന്ന രഹസ്യഭാവം വാർദ്ധക്യ സമയമെത്തിയപ്പോൾ അന്യജാതികളുമായി, പെൺകുട്ടികളുമായി, സ്ത്രീകളുമായി ഇടകലർന്ന് അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഇത് അവന്റെ ഉള്ളിൽ കിടന്ന മുറുകെ പറ്റിയ പാപമായി. മോസസിനെ നോക്കണം. മോസസ് ശക്തനായൊരു മനുഷ്യനാണ്. ദൈവത്തിന് വേണ്ടി ശക്തമായി ഇറങ്ങി വന്നൊരു വീരനായ മനുഷ്യൻ. ഒറ്റയ്ക്ക് നിന്ന് പോരാടി 25 ലക്ഷം പേരെ പുറത്തു കൊണ്ടുവന്നവൻ. പക്ഷേ വേദപുസ്തകം പറയുന്നു, ദൈവം മുഖാമുഖമായി സംസാരിച്ച മനുഷ്യൻ, ദൈവവുമായി എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളവൻ, ദൈവത്തിന്റെ നാവ് പോലെ അവന്റെ നാവ് ഇരുന്ന് ഫറവോന്റെ മുമ്പിൽ ഫറവോൻ തന്നെ അവനെ ഒരു ദൈവമാക്കി എന്ന് വേദപുസ്തകം പറഞ്ഞു. അത്രമാത്രം ശക്തമായി നിന്നവൻ. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ദൈവം പറഞ്ഞു, നീ കൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അകത്ത് കിടന്ന ആ മുറുകെ പറ്റുന്ന കോപം പെട്ടെന്ന് ചാടി വന്നു, അടിച്ചു. അവനോട് ദൈവം പറഞ്ഞു, നീ കനാനിൽ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. മുറുകെ പറ്റുന്ന പാപം. ഹല്ലേലൂയ. നോക്കുക, അനന്യ സഫീറ എന്ന് പറയുന്ന ആ ദമ്പതിമാരെ നോക്കണം. അവരുടെ തുടക്കം നല്ലതാണ്. അവർ വളരെ ആവേശത്തോടുകൂടിയാണ് അവരുടെ വസ്തുവകളെല്ലാം വിൽക്കുവാനിടയായത്. വിറ്റുപെറുക്കി എല്ലാം കയ്യിൽ കിട്ടിയപ്പോൾ മുറുകെ പറ്റി പിടിച്ചു കിടക്കുന്ന പാപം പറഞ്ഞു കുറച്ച് മാറ്റിവെച്ചിട്ട് ഉപദേശിയുടെ മുമ്പിൽ കൊണ്ടുചെന്നാൽ മതി. അങ്ങനെ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാണ്ട് 2 പേരും അവരുടെ ജീവിതം അവിടെ തകർക്കപ്പെടുകയാണ്. ഇവിടെ മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന ദ്രവ്യാഗ്രഹം അവരെല്ലാം കളഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ വന്നത്, ഈ സഭയോട് വന്നത്. പക്ഷേ അവരെല്ലാം വിറ്റ് കളഞ്ഞപ്പോൾ അകത്ത് കിടന്ന, ആരും കാണാതെ കിടന്ന, അവര് പോലും അറിയാതെ കിടന്ന ഈ ദ്രവ്യാഗ്രഹം അവരെ വശീകരിച്ചു, അവരെ തകർത്ത് കളയാനിടയായി. ശിംശോൻ എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ വീരനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. 2 പുതിയ ചരട് കയറുകൊണ്ട് കെട്ടിയിട്ട് പോലും ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ വന്നപ്പോൾ ചണനൂൽ അറ്റുപോകുന്നത് പോലെ പോയി എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്നലകളിൽ അവനെ ഒതുക്കി കെട്ടി അവന്റെ ജീവനെ അപകരിച്ചു കളയാൻ നിന്ന ഫെലിസ്ത്യരുടെ മുമ്പിൽ രാത്രിയായപ്പോൾ
തോളത്ത് കട്ടള പിടിച്ചു വെച്ച് ദാണ്ട ഒരുത്തൻ ഇറങ്ങി പോവുകയാണ്. അത്ര ശക്തനായ മനുഷ്യൻ. പക്ഷേ അവന്റെ ഉള്ളിൽ കിടന്ന ഒരു മോഹം, വ്യഭിചാരം എപ്പോഴും പൊങ്ങി. ഒരു സ്ത്രീയുടെ മുമ്പിൽ അവന്റെ അഭിഷേകത്തെ കെടുത്തത്തക്കവണ്ണം തകർത്തു കളഞ്ഞു. അവൻ പ്രതീക്ഷിച്ചതല്ല, അവന്റെ ഉള്ളിൽ കിടന്ന ഒരു മോഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മുറുകെ പറ്റുന്ന പാപം. നോക്കുക, യൂദ നോക്കുക, യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം കൂടെ നടന്നവൻ, പണസഞ്ചി സൂക്ഷിച്ചവൻ. പക്ഷേ അവന്റെ ഉള്ളറയ്ക്കകത്ത് കിടന്ന ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന പാപം യേശുവിന്റെ കൂടെ നടക്കുകയാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? തന്റെ ഗുരുനാഥനെ ഒറ്റിക്കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന പൈസ വാങ്ങിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച യൂദയുടെ ആ ഹൃദയത്തിനകത്ത് ഒതുങ്ങിക്കിടന്ന, ഒളിഞ്ഞുകിടന്ന പാപത്തിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ആൾക്കാരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ ജീവിതത്തിലും എവിടെയൊക്കെയോ ചിലത് ഒളിഞ്ഞു കിടക്കുകയാണ്. അതിന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞു ഭയങ്കരമായ തീയായിട്ട് നമ്മൾ നിൽക്കുക, അഭിഷേകത്തോട് ആരാധിച്ച് ജയമെടുത്തു പോകുക. നമ്മൾ പോലും അറിയാതെ ഈ മുറുകെ പറ്റി പിടിച്ച് കിടക്കുന്ന ഈ പാപം നമ്മളെ തകർക്കാൻ സാധ്യതയുണ്ട്. നോക്കുക, 50 കിലോമീറ്റർ ദൂരത്ത് ഞാൻ യാത്ര ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ, ഞാൻ എടുക്കേണ്ട സാധനം ഞാൻ എടുത്തില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു? ഞാൻ നിരാശനായി. വീണ്ടും എവിടെ പോകുന്നു? ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും സമയം ഓടിയത് വേസ്റ്റായി, ഇത്രയും സമയം മണിക്കൂർ പോയത് വേസ്റ്റായി, ഇത്രയും സമയങ്ങൾ എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എല്ലാ പണം എല്ലാം ഇത്രയും സമയം നഷ്ടമായി. ഞാൻ വീണ്ടും നിന്നു ഒന്നേന്ന് അവിടെ എൻ്റെ ഭവനത്തിൽ നിന്നും 50 കിലോമീറ്ററോളം വീണ്ടും താണ്ടി വരികയാണ്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ആത്മീയ യാത്രയിലാണ്. അതിനെ വേദപുസ്തകത്തിൽ പറയുന്നു, ഇത് വിശ്വാസ യാത്രയെന്ന്. ഇത് മരുഭൂമി യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാരം ദൈവത്തിന്മേൽ വെക്കണം. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്തൊക്കെ വേദന വന്നാലും ദൈവം കരുതിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം ഈ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, മുറുകെ പറ്റുന്ന പാപത്തെ നാം തിരിച്ചറിയണം. എന്റെ സ്വഭാവം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ, നമ്മൾ പ്രവചിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിനോട് കൊടുക്കുമ്പോൾ ഈ സാധനം സൈലന്റ് ആയിരിക്കും, മിണ്ടാതിരിക്കും. പക്ഷേ സാഹചര്യം വരുന്ന സമയത്ത് ഇവൻ തല ഉയർത്തുവാനിടയാകും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയെ എത്ര വട്ടം ഈ മുറുകെ പറ്റുന്ന പാപം നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഞായറാഴ്ച ശക്തമായി ആരാധിച്ചു, ദൈവത്തിൽ നിന്ന് ചില നന്മകൾ പ്രാപിച്ചു, നാം ഇറങ്ങി അടുത്ത ദിവസം ചെല്ലുമ്പോൾ ഈ ഒളിഞ്ഞു കിടക്കുന്ന പാപം നമ്മളെ തകർത്ത് കളയുന്നില്ലേ? വീണ്ടും നമ്മൾ നിരാശപ്പെടുന്നു, വീണ്ടും നമ്മൾ ഭാരം അനുഭവിക്കുന്നു, വീണ്ടും പ്രാർത്ഥനയിൽ നമ്മൾ അകന്നു നിൽക്കുന്നു, വീണ്ടും അടുത്ത ഞായറാഴ്ച നിന്ന് കണ്ണുനീരൊഴിച്ച് വീണ്ടും ദൈവസേനയിലോട്ട് അടുക്കുന്നു. വീണ്ടും ഇത് തന്നെയല്ലേ? എന്നാൽ ഇതിന് കാരണം എന്താണ്? മുറുകെ പറ്റുന്ന പാപം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊന്നിനും കഴിയില്ല. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ മാത്രമേ ഇത് പൂർണ്ണമായി മാറുകയുള്ളൂ. മാത്രമല്ല, അനുദിനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ, വിശുദ്ധിയുമായിട്ടുള്ള ബന്ധത്തിൽ, വേർപാടുമായുള്ള ബന്ധത്തിൽ, നല്ലൊരു കൂട്ടായ്മ ജീവിതത്തിൽ മുമ്പിലോട്ട് പോയാൽ മാത്രമേ മുറുകെ പറ്റി പിടിച്ചു കിടക്കുന്ന ഈ പാപം പൂർണ്ണമായി നമ്മിൽ നിന്നും അകന്നു മാറുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലൂസ് ഒരു വാക്ക് പറയുന്നത്, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ തിന്മയുടെ പ്രമാണം എന്റെ ജഡത്തിൽ വസിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപം നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. മുറുകെ പറ്റിക്കിടക്കുന്ന അനേക പാപങ്ങൾ നമ്മുടെ ഉള്ളറയ്ക്കകത്തുണ്ട്. ശരീരം വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള വീണ്ടെടുപ്പിലേക്ക് നാം വന്നിട്ടില്ല. പക്ഷേ അനുദിനം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം, പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവന്റെ മേൽ ആർക്കധികാരമില്ല, പാപത്തിന് അധികാരമില്ല. നിങ്ങൾ നോക്കുക, യോസേഫ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ,
അവന്റെ ഉള്ളിൽ മുറുകെ പറ്റി പിടിച്ചു കിടക്കുന്ന ഒരു പാപമുണ്ടായിരുന്നു. ആ പാപം തന്നെ ഓരോ ദിവസം ഒന്ന് ഭാരം തന്റെ ജീവിതത്തിൽ കൊണ്ടിട്ടു. ആ ഭാരത്തെ ജയിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ പാപം കൊണ്ടിടാനിടയായി. ആ പാപം പതുക്കെ 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 വളർന്ന് ഇവനെ പിടിക്കാൻ ചെന്നപ്പോൾ യോസേഫ് പറഞ്ഞു, ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യില്ല. ദൈവ ഭയം. ആ ദൈവത്തിനുള്ള ഭയം എവിടെ നിന്നാ കിട്ടുന്നത്? ദൈവവചനത്തിൽ നിന്നാ കിട്ടുന്നത്. ആ ദൈവവചനവും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വേർപാടിലും ഒരുത്തിന് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ മുറുകെ പറ്റുന്ന പാപത്തിന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ നിത്യതയുടെ വഴിയെ തടയിടുന്ന രണ്ട് കാര്യങ്ങളാണ്. ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിനകത്ത് ഈ അനുഭവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മുറുകെ പറ്റി പിടിക്കുന്ന പാവങ്ങൾ ഞാൻ വേണ്ട എന്ന് പറയും. ഒരിക്കൽ ഞാനൊരു സംഭവം പറയട്ടെ. നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കാം. ആശയം കൊണ്ട് ഞാൻ പറയുന്നു. പമ്പ നദീതീരത്ത് കരകവിഞ്ഞൊഴുകുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് രണ്ട് തീരങ്ങളിലും നല്ല നല്ല ചെറുപ്പക്കാർ, നീന്തൽ വിദഗ്ധന്മാരായ ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഒരു ഹോബിയാണ്, അവരുടെ ഒരു ബിസിനസ്സാണ്. ഒഴുക്കിൽപ്പെട്ടു വരുന്ന വലിയ മരങ്ങൾ, ഒഴുക്കിൽപ്പെട്ടു വരുന്ന വീടുകളിൽ നിന്നും വരുന്ന സാധനങ്ങൾ ഒഴുകിപ്പോകുമ്പോൾ എടുത്തു ചാടി അതെടുത്തുകൊണ്ട് കരയിൽ കൊണ്ടുവന്ന് എന്താണെന്ന് കണ്ട് അത് വിറ്റ് അവർക്കൊരു വരുമാന മാർഗമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു കറുത്ത പാണ്ടക്കെട്ട് കണ്ടപ്പോൾ എടുത്തു ചാടി ശക്തമായ ഒഴുക്കിൽ കൂടെ ഈ പാണ്ടക്കെട്ട് ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവനും അതുപോലെ ഒഴുകുകയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്തോ വിപത്ത് സംഭവിക്കാൻ പോകുന്നു. കൂട്ടുകാർ അവനോട് പറഞ്ഞു, എടോ അതിനങ്ങ് വിട്, നീ ഇങ്ങ് വാ. എടോ നീ അതങ്ങ് വിട്, ഇങ്ങ് വാ. അവൻ പറഞ്ഞു, ഞാൻ വിട്ടിട്ടും അത് എന്നെ വിടുന്നില്ല. സത്യത്തിൽ ആ കറുത്ത പാണ്ടക്കെട്ടായി അവൻ കണ്ടത് മറ്റൊന്നുമല്ല, അതൊരു കരടിയായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ദാസന്മാരോട് ഞാൻ പറയട്ടെ, പലപ്പോഴും മുറുകെ പറ്റുന്ന പാപം നമ്മളെ വിടാത്തത് നമ്മൾ ആദ്യം അതിനെ പിടിച്ചതുകൊണ്ടാണ്. ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കണം. ദൈവത്തോട് ഏറ്റു പറയണം, കർത്താവേ, ജീവിതത്തിൽ എന്നെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പാപമുണ്ടോ എന്ന് ഇന്ന് നിങ്ങൾ ഹിതപരിശോധന ചെയ്യണം. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ കാരണമാണ് ആ പാപം എന്നെ തേടി വന്നത്. ആ പാപത്തെ ഞാൻ സ്നേഹിക്കാൻ പോയത് കൊണ്ടാണ് ആ പാപം എന്നെ വിടാതിരിക്കുന്നത്. കർത്താവേ, അവിടുത്തെ തിരു രക്തത്താൽ എന്നെ ഇന്ന് ശുദ്ധീകരിച്ച് ഈ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും എനിക്കൊരു മോചനം വേണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? യോസേഫിനെ പോലെ അവന്റെ വസ്ത്രത്തിൽ പിടിച്ചു. അവൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല, നമുക്കെല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അവൻ പറഞ്ഞു, നോ, ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നിത്യതയുടെ വഴിയെ തടയിടുന്ന ഈ രണ്ട് പാപങ്ങളെ നമുക്കിന്ന് പകൽക്കാലം വെട്ടിമാറ്റി ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരാം. ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞങ്ങളെ ജീവിതത്തിൽ ഈ രണ്ട് വിഷയം നിത്യതയെ തടയിടുവാനിടയാകും. 25 ലക്ഷം പേർ കനാൻ തേടി ഇറങ്ങി വന്നു. അവർക്ക് മന്നയും ഇറച്ചിയും കടപ്പക്ഷിയൊക്കെ ദൈവം കൊടുത്തു. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ദൈവം അവരെ നിറച്ചു. പക്ഷേ ജീവിതത്തിന്റെ ഈ ജീവിതയാത്രയിൽ അവർക്ക് ജീവിതത്തിന് മുമ്പിൽ വന്ന ഭാരങ്ങൾ അവരെ പുറവെറുപ്പിലേക്കും അവരെ വിഗ്രഹാരാധികളാക്കി പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കനാൻ ദേശത്തേക്ക് പോയത് വെറും 2 പേര് മാത്രമാണ്. ഉറച്ചു നിന്നുകൊണ്ട് ഭാരങ്ങൾ, വേദനകൾ വന്നപ്പോഴും ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞ കാലേബും യോശുവയും മാത്രമാണ് കനാനിലേക്ക് പ്രവേശിക്കുവാനിടയായത്. അതേ എന്റെ പ്രിയമുള്ളവരെ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. കാരണം എന്തെന്നറിയണ്ടേ, ഈ ജീവിതയാത്രയിൽ മനുഷ്യനെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട 2 കാര്യമാണ്. 1 ഭാരവും, 2 മുറുകെ പറ്റുന്ന പാപവും. മുറുകെ പറ്റുന്ന പാപം പുറത്ത് കാണാൻ പറ്റത്തില്ല. പുറത്ത് വിശുദ്ധരാണ്, പക്ഷേ ഏതോ കോണുകളിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. അത് ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ വേർപാടോടുകൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഭാരം വരും. ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്തുള്ള ഭാരം വരും. മക്കളെ ചൊല്ലുള്ള ഭാരം,
സാമ്പത്തികമായുള്ള ഭാരങ്ങൾ, ജീവിതത്തിൽ തളച്ചിടുന്ന അനേക വിഷയങ്ങൾ കാണും. പക്ഷേ ഭാരപ്പെട്ടിരിക്കരുത്. നിങ്ങളുടെ ഭാരം ദൈവത്തിന് മേലിടുക. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു വളരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ തളർന്നു പോകരുത്. ആരെങ്കിലും പിന്മാറ്റത്തിലായിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥനയില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ വചനധ്യാനമില്ല, ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോകുന്നു, വല്ലപ്പോഴൊക്കെ ദൈവരാജ്യത്തിനൊരു സ്തോത്രം പറയുന്നു, ആ അനുഭവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്ലീസ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദാണ്ടെ യേശു വരാൻ പോവുകയാണ്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രാണപ്രിയൻ വരാൻ പോവുകയാണ്. ദാണ്ടെ യേശുവിന്റെ കാഹള ശബ്ദം കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പോകണ്ടയോ? പോകണമെങ്കിൽ ഈ മുറുകെ പറ്റുന്ന പാപങ്ങളെ, ആ രഹസ്യ പാപങ്ങളെ വിട്ടുകളഞ്ഞിട്ട്, ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് കർത്താവിലേക്ക് വരാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്ത് ദൈവം നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത യാത്രയെ, ആത്മീയ യാത്രയെ തടഞ്ഞു വെക്കുന്ന രണ്ട് ശക്തികൾ, ഒന്ന് ഭാരവും, രണ്ട് മുറുകെ പറ്റുന്ന പാപവും, ഇത് വിടുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണം. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചിലരെ സന്ദർശിക്കണം കർത്താവേ. ഈ വചനത്തിൽ കൂടെ ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ശാരീരികമായ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. കർത്താവ് ഭീമമേറിയ സാമ്പത്തിക കടബാധ്യതകളാൽ കർത്താവിന് വേണ്ടി ഒത്തിരി സാമ്പത്തികം ചെലവഴിച്ചു, പക്ഷേ അത് നിമിത്തമാണെന്നോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് കാണുകയാണ്. കർത്താവെ, അവരുടെ കടബാധ്യതകൾ മാറണം. ആ കടബാധ്യത അവർക്ക് നിത്യതയ്ക്കൊരു തടസ്സമാകരുത്. മക്കളെ ചൊല്ലി പ്രതീക്ഷയോടെ വളർത്തിയെടുത്ത മക്കൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായപ്പോൾ അപ്പനെയും അമ്മയും അനുസരിക്കാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഭാരം അവരെ വേട്ടയാടുന്നു. ഞങ്ങൾ ഇനി എന്തിന് ദൈവത്തെ ആരാധിക്കുന്നു? ഞങ്ങൾ എന്തിന് ദൈവത്തെ സ്തുതിക്കണം? എന്തിന് പ്രാർത്ഥിക്കണം? ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിത്യതയുടെ വഴിയെ തടയിടുന്ന ആ ഭാരത്തെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ് കർത്താവേ. ജീവിതത്തിനകത്ത് രഹസ്യ പാപം, ജീവിതത്തിനകത്ത് ഞാൻ വിട്ടിട്ടും എന്നെ വിടാതെ നിർത്തിയിരിക്കുന്ന ആ മദ്യപാനം, ആ സിഗരറ്റ് വലി, ആ വ്യഭിചാരം, ആ പാപത്തിന്റെ മണ്ഡലം ഒരു പ്രവാചകന്മാരും പ്രവചിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്നെ കാണുന്നില്ലെന്നല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിത്യതയിൽ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശത്തിൽ കൂടെ കയറി വരിക. ആരും കണ്ടില്ലെന്ന് വരാം, ഭർത്താവ് കണ്ടില്ലെന്ന് വരാം, ഭാര്യ കണ്ടില്ലെന്ന് വരാം, നിങ്ങളുടെ മക്കൾ കണ്ടില്ലെന്ന് വരാം, അപ്പനമ്മമാർ കണ്ടില്ലെന്ന് വരാം, നിങ്ങളുടെ പ്രവാചകന്മാർ തലയിലേക്കരം വെച്ച് ദൂത് പറഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, മുറുകെ പറ്റുന്ന പാപം വിട്ട് കയറി വരിക. പള്ളിയിലെ പ്രധാന വ്യക്തിയായിരിക്കാം, കൂട്ടായ്മകളിൽ പ്രധാന വ്യക്തിയായിരിക്കാം, ഒരു നല്ലൊരു പാസ്റ്റർ ആയിരിക്കാം, നല്ലൊരു ഉപദേഷ്ടാവായിരിക്കാം. പക്ഷെ മുറുകെ പറ്റുന്ന പാപം നിങ്ങളെ നിത്യതയിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഈ സമയത്ത് ഞാൻ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഇരിക്കണം, സഹായിക്കണം. ഈ സന്ദേശം മുഖേന ചിലരും കൂടെ നിത്യതയുടെ വഴിയിൽ ഒന്ന് ചാടി എഴുന്നേറ്റ് ഈ ഓട്ടക്കളത്തിൽ ഓടി വിരുദ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്നെ കേട്ട പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഓടുന്നത്. നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ആ വലിയ ഭാരങ്ങൾ എടുത്തു മാറ്റുക. ഇന്നൊരു തീരുമാനത്തിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റവും രൂപാന്തരവും വരുത്തിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തിന് കാരണമായെങ്കിൽ, നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ആ സ്നേഹ സാമ്രാജ്യം ഒന്നിച്ച് പണിയാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അടുത്ത് വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നവരെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.